ഏറ്റവും കൂടുതൽ അടിമപ്പെട്ടത് മദ്യത്തിനാണല്ലോ. മയക്കുമരുന്നില്ല അടിമകളാണ്. സുബ്ഹാനല്ലാഹ്. ഈ അടുത്ത് കേൾക്കാനിടയായി, അതേ ഈ കാസർഗോഡ് ജില്ലയിൽ പ്രത്യേകിച്ചു അതേ മദ്യമാഫിയ പിടിമുറുക്കിയിരിക്കുകയാണോ, സ്കൂളിലെ കുട്ടികളെ വലവീശി പിടിക്കുകയാണോ, ക്യാമ്പസുകളിലുള്ള കുട്ടികൾ അതേ മദ്യത്തിന് അടിമപ്പെട്ട് ജീവിക്കുകയാണോ? ഈ അടുത്തൊരു വാർത്ത കണ്ടല്ലോ. സുബ്ഹാനല്ലാഹ്. 10 രൂപക്ക് ലഭിക്കുന്നൊരു സ്പ്രേ ഉണ്ട് പോലും. അതേ, അതിന്റെ പേരെന്താണെന്നറിയുമോ? ആയുഷ് സൂപ്പർ സ്പ്രേ എന്ന് പറയുന്ന ഒരു വിരലിന്റെ വലുപ്പമുള്ളൊരു സ്പ്രേ ഉണ്ട് പോലും. അത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് മുന്നിൽ, സ്കൂളിന്റെ മുന്നിൽ വിൽക്കപ്പെടുന്നു. ഓ ഉപ്പമാരെ, ഓ ഉമ്മമാരെ, അതിന്റെ ഉപയോഗം എങ്ങനെയാണെന്നറിയുമോ? അതേ, ആ സ്പ്രേ അങ്ങ് വാങ്ങിയിട്ടോ നാവിന്റെ തുമ്പത്തങ്ങ് അടിച്ചു കൊടുത്ത നല്ല ലഹരിയ, നല്ല മസ്തിലായി ജീവിക്കുന്നു. 10 രൂപയുടെ ഒരു കുപ്പി അങ്ങ് വാങ്ങിയാൽ ഒരാഴ്ചയോളം ഉപയോഗിക്കാനുള്ള സാധനം അതിൽ കിട്ടുന്നതോ, അതങ്ങ് അടിച്ചു കഴിഞ്ഞാൽ മാതാവരാ, പിതാവരാ, പെങ്ങളേതാണെന്ന് തിരിച്ചറിയാൻ കഴിയാതെ സ്വന്തം കുട്ടികളെല്ലാം മദ്യത്തിന് അടിമപ്പെട്ടോ, ലഹരിക്ക് അടിമപ്പെട്ടു പോവുകയാണോ? ആ വാർത്തയിൽ പറയുന്നു. ആ സാധനത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയുമോ? അതങ്ങ് അടിച്ചു കഴിഞ്ഞാൽ അതിന് വാസനയില്ല. പുറത്തൊരാൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ല പോലും. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച അതേ 5ലും 6ലും പഠിക്കുന്ന വിദ്യാർത്ഥികൾ പോലും ഈ ലഹരിക്ക് അടിമപ്പെട്ട് ജീവിക്കുകയാണോ? അല്ലാഹുവേ, നീ കാത്തു രക്ഷിക്കണമല്ലോ. ചെറിയ മക്കൾ ലഹരിക്ക് അടിമപ്പെട്ട് ജീവിക്കുകയാണ്. ഇതിന് യുവാക്കളെ മാത്രമല്ല കുറ്റം പറയേണ്ടതുണ്ട്. ഇതിന് 50% ഉത്തരവാദികൾ രക്ഷിതാക്കളാണ്. സുബ്ഹാനല്ലാഹ്. തന്റെ പൊന്നോമന മകൻ രാത്രിയുടെ യാമങ്ങളിൽ നട്ടപ്പാതിരാ സമയത്ത് വീട്ടിലേക്ക് കയറി വരുമ്പോ, എടോ നീ എവിടെയായിരുന്നു ഇതുവരെ എന്ന് ചോദിക്കാനുള്ള ധൈര്യം ചോർന്നുപോയ രക്ഷിതാക്കൾ, അവരാ സമൂഹത്തിന്റെ ശാപം. സ്വന്തം മകൻ പാലൂട്ടി രക്തം ചോര നീരാക്കിക്കൊണ്ടോ അധ്വാനിച്ച ആ വിഭാഗം, ആ പോറ്റിയ വിദ്യാർത്ഥികൾ, മക്കൾ, അവര് തോന്നിയ സമയത്ത് വീട്ടിലേക്ക് കയറി വരുമ്പോ നീ എവിടെയായിരുന്നടാ എന്ന് ചോദിക്കാനുള്ള ചങ്കൂറ്റം പോലും ഇല്ലാത്ത രക്ഷിതാക്കൾ. ഒരിക്കലും അങ്ങനെയാവാൻ പാടില്ല. ഒരിക്കലും അങ്ങനെയാവാൻ പാടില്ല. മഗ്രിബ് ബാങ്ക് കൊടുക്കുമ്പോ മാക്സിമം പോയാൽ ഇശാ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ വീട്ടിലെത്തണമെന്ന നിർബന്ധമായ നിയമം അത് നമ്മുടെ വീട്ടിലുണ്ടാകണം. 8 മണി കഴിഞ്ഞാൽ വീട്ടിലേക്ക് കയറി വരുമ്പോ നീ ഇത്ര സമയം വരെ എവിടെയായിരുന്നു എന്ന് ചോദിച്ച് അന്വേഷിച്ചതിന്റെ ശേഷമേ വീട്ടിൽ കയറ്റാൻ പാടുള്ളൂ. എത്ര രക്ഷിതാക്കൾ ഇങ്ങനെ ചെയ്യാറുണ്ട്? എത്ര രക്ഷിതാക്കൾ അന്വേഷിക്കാറുണ്ട്? നീ ഭക്ഷണം കഴിച്ചോ? രാത്രി സമയത്ത് ഉമ്മ സ്വന്തം വയറ് കാലിയായി നിൽക്കുമ്പോ വിശപ്പ് സഹിക്കാൻ കഴിയില്ലെങ്കിലും മകൻ വരട്ടെ എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്ന ഉമ്മ, ആ ഉമ്മ മോനെ നിനക്ക് ഭക്ഷണം എടുക്കട്ടെ എന്ന് ചോദിക്കുമ്പോ ഞാൻ ഹോട്ടലിൽ നിന്ന് കഴിച്ചിട്ടുണ്ട് ഉമ്മ എന്ന് പറയുമ്പോ നീ എവിടുന്നടാ കഴിച്ചത്? നിനക്ക് എവിടുന്ന് ക്യാഷ് കിട്ടി? നീ ആരുടെ കൂടെയാ കഴിച്ചത്? നമ്മൾ ചോദിക്കാറില്ല. നമുക്ക് നമ്മുടെ മക്കൾ എപ്പോഴും പൊന്നുമക്കളാണ്. അവരെ കുറിച്ച് ഏതെങ്കിലും ഒരാൾ എന്തെങ്കിലും ഒരു മൈനസ് പറഞ്ഞാൽ ആ പറയുന്നവരെ തെറ്റിദ്ധരിക്കാനേ നമുക്ക് സമയമുള്ളൂ. മക്കളെ ഉപദേശിക്കാൻ നമുക്ക് സമയമില്ല. സുബ്ഹാനല്ലാഹ്. ഈ അടുത്ത് ഞാൻ റമളാൻ മാസം 17-ാം രാവിന് ബദരീങ്ങളുടെ ആണ്ട് അനുസ്മരണം നടക്കുമ്പോൾ ഒരു സ്ഥലത്ത് ഇങ്ങനെ വയലു പറയുമ്പോ
ആ പള്ളിയുടെ നേരെ അപ്പുറത്ത് നിന്നൊരു ചെറുപ്പക്കാരൻ റമളാൻ മാസം പകൽ സമയത്ത് ഭക്ഷണം കഴിച്ചു. അതൊരാള് വീഡിയോ എടുത്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു. സുബ്ഹാനല്ലാഹ്. ആ വിദ്യാർത്ഥിയുടെ ഉമ്മയോട് ആ വിഷയം പറഞ്ഞപ്പോ ആ ഉമ്മാന്റെ പ്രതികരണം എന്താണ്? ഉസ്താദേ, എന്റെ മകൻ അങ്ങനൊന്നും ചെയ്യൂല, അതാരോ എഡിറ്റ് ചെയ്ത് ഉണ്ടാക്കിയ വീഡിയോ ആണ്. സുബ്ഹാനല്ലാഹ്. അതാരോ എഡിറ്റ് ചെയ്തുണ്ടാക്കിയതാണ്, എന്റെ മകൻ അങ്ങനൊന്നും ചെയ്യൂല. നാട്ടുകാര് മുഴുവനും പറഞ്ഞു നിങ്ങളുടെ മകനാണ് ചെയ്തത്. പക്ഷേ ഉമ്മ അത് അനുസരിക്കുന്നില്ല, കേൾക്കുന്നില്ല. ഇങ്ങനെ താലോലിച്ച് വളർത്തിയ മക്കൾ അവരാ കേടുവരുന്നത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, മക്കളെ വളർത്തുമ്പോ നന്നായി സ്നേഹിക്കണം, ഉപദേശിക്കേണ്ടിടത്ത് ഉപദേശിക്കണം, ദേഷ്യപ്പെടേണ്ടിടത്ത് ദേഷ്യപ്പെടണം. ഇങ്ങനെ നല്ല ഒരു അന്തരീക്ഷം നമ്മുടെ വീട്ടിൽ നിർമ്മിച്ചാൽ ഒരു പരിധിവരെ നമ്മുടെ മക്കളെ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് നമുക്ക് പിടിച്ചു നിർത്താൻ കഴിയും. ഇന്ന് രക്ഷിതാക്കൾക്ക് അന്വേഷണമില്ല. സുബ്ഹാനല്ലാഹ്. യുവതികളായ ചില ആളുകൾ ക്യാമ്പസിൽ പഠിക്കുന്ന യുവാക്കളോട്, കോളേജ് കുമാരികളോട്, കുമാരന്മാരോട് നിങ്ങളൊന്ന് അന്വേഷിച്ചോ, അതേ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ നല്ല ഹിജാബിലാണ് അവർ ഇറങ്ങുന്നത്, നല്ല ഹിജാബിലാണ് പർദ്ദയിട്ട് ഇറങ്ങുന്ന സ്ത്രീകളോ യുവതികൾ നല്ല ഇസ്ലാമികരമായ ചിട്ടയിലാ ജീവിക്കുന്നതെന്ന് തോന്നിപ്പോകും. പക്ഷേ ആ ഹിജാബിലായ പർദ്ദയും ധരിച്ച് ക്യാമ്പസുകളിലേക്ക് കയറി ചെന്ന കൗമാരികൾ അവരാ ക്യാമ്പസിലെത്തുമ്പോ അവരുടെ ഹിജാബ് അങ്ങ് അഴിച്ചു മാറ്റുന്നു, അവരുടെ പർദ്ദയങ്ങ് മാറ്റുന്നു. ആ പർദ്ദക്കടിയിൽ ഏറ്റവും വലിയ മോഡൽ ഡ്രസ്സാ ധരിച്ചിരിക്കുന്നതോ. എന്നിട്ടതാ അതേ കോളേജിലുള്ള നല്ല ക്ലാസ്മേറ്റോ, അവൻ അന്യമതക്കാരനാവട്ടെ, അവനേവരുമാവട്ടെ, അവനേതാ ബോയ് ഫ്രണ്ട് എന്നും പറഞ്ഞ് സ്വീകരിച്ചിട്ടോ തോളിൽ കൈയും വെച്ച് നടക്കുന്നൊരു കാലഘട്ടമാ. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നമ്മുടെ മക്കളുണ്ടല്ലോ, അവരെ ക്യാമ്പസിലേക്ക് നമ്മൾ പറഞ്ഞേക്കുന്നുണ്ടോ? പക്ഷേ അവൾ ഏത് ക്യാമ്പസിലാ പഠിക്കുന്നത് എന്ന് നിനക്ക് ഓർമ്മയുണ്ടോ? ആ ക്യാമ്പസിൽ ആ കുട്ടിയെ അഡ്മിഷൻ ചെയ്യാൻ വേണ്ടി പോയെന്നല്ലാതെ അവിടെ ചെന്ന് നീ അന്വേഷിക്കാറുണ്ടോ? നീ നിന്റെ കുട്ടിയുടെ വിവരം അവളെ പഠിപ്പിക്കുന്ന ടീച്ചറോട്, ഉസ്താദിനോട് അന്വേഷിക്കാറുണ്ടോ? ഇല്ല, ഇല്ല. കോളേജുകളിൽ അനാവശ്യങ്ങളായ പ്രവർത്തനങ്ങളാ നടന്നുകൊണ്ടിരിക്കുന്നതോ? അതേ വേശ്യാലയങ്ങളെ പോലെ അകപ്പതിച്ചു പോവുകയാണോ? സുബ്ഹാനല്ലാഹ്. വീട്ടിൽ നിന്ന് ക്യാമ്പസിലേക്കെന്ന് പറഞ്ഞ് പോകുന്ന യുവതികളുണ്ടല്ലോ, ഏതോ അന്യപെണ്ണിന്റെ ചൂടും പറ്റി കറങ്ങുകയാണോ അല്ലേ എന്ന് ഉറപ്പുവരുത്തണേ സഹോദര. ഈ അടുത്തോ അതേ നമ്മുടെ ജില്ലയിൽ നിന്ന് തന്നെ കേട്ടല്ലോ ഒരു വാർത്ത. സ്കൂളിലതാ നല്ല പരിപാടികൾ നടക്കുന്ന സമയമാണോ? യൂണിഫോം ഇല്ലാതെ സ്കൂളിലേക്ക് വന്ന വിദ്യാർത്ഥികളാണോ? ഉച്ച സമയത്ത് കഴിക്കാനുള്ള ലഞ്ച് വീട്ടിൽ നിന്നും അവൾ എടുത്തിട്ടില്ല. അതേ സ്കൂളിൽ പരിപാടിയാണല്ലോ, പ്രോഗ്രാമാണല്ലോ, എല്ലാ മക്കൾക്ക് ഭക്ഷണം ആവശ്യമുണ്ടല്ലോ എന്ന് നിലക്കോ അതേ ഉമ്മയും ഉപ്പയുമകാ സ്കൂളിൽ നടക്കുന്ന പരിപാടി കാണുകയും ചെയ്യാം. എന്റെ മക്കൾക്ക് ഭക്ഷണവും കൊടുക്കാമെന്ന നിലക്ക് ആ സ്കൂളിലേക്ക് അങ്ങ് ചെന്നപ്പോ രണ്ട് പെൺകുട്ടികളോ അവര് സ്കൂളിലെത്തിയിട്ടില്ല. അവിടെയുള്ള ടീച്ചേഴ്സിനോട് അന്വേഷിച്ചപ്പോ അവരും സ്കൂളിലെ വന്നിട്ടില്ല. വീട്ടിൽ നിന്ന് രാവിലെ പുറപ്പെട്ട ആളുകളാണോ? അവിടെ അങ്ങ് വെയിറ്റ് ചെയ്തപ്പോ രണ്ട് അന്യപുരുഷന്മാരോടുകൂടെ, കൗമാരക്കാരായ രണ്ട് അന്യ ആളുകളോടുകൂടെ ആ മക്കള് ബൈക്കിൽ വന്ന് ഇറങ്ങുന്നു. അതേ പെറ്റവും
ഉമ്മ നേരിട്ട് കാണുന്ന കാഴ്ചയാണോ, പിതാവ് കാണുന്ന കാഴ്ചയാണോ? ഇതെന്തൊരു കാലമാ! അതുകൊണ്ട് എല്ലാ ഉമ്മമാരെ, എല്ലാ ഉപ്പമാരെ, നാം ഈ ലോകത്തിൽ നിന്നങ്ങ് വിട പറഞ്ഞിട്ടോ അവസാനമായി നമ്മുടെ മയ്യത്ത് പള്ളിയുടെ മിഹ്റാബിൽ അടുത്ത് കൊണ്ടുവെക്കുമ്പോ നമുക്ക് നിസ്കരിക്കാൻ ഇഖ്ലാസോടുകൂടി ഇമാം നിൽക്കാൻ പറ്റിയ ഒരു മകനെങ്കിലും വേണ്ടേ സഹോദരന്മാരെ, ഒരു സന്താനമെങ്കിലും വേണ്ടേ സഹോദരന്മാരെ? അതുകൊണ്ട് സാന്ദർഭികമായി ഞാനൊന്ന് ഓർമ്മപ്പെടുത്തോട്ടെ, നിങ്ങൾ മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുക്കണോ, കോളേജിലേക്ക് നിങ്ങൾ പറഞ്ഞയച്ചോളൂ. പക്ഷേ ധാർമ്മികമായ വിദ്യാഭ്യാസത്തിൽ നിന്ന് ആ മക്കളെ നിങ്ങളെ വിലക്കേർപ്പെടുത്താൻ പാടില്ല കേട്ടോ. 10ാം ക്ലാസ്സിലേക്ക് നിങ്ങൾ പാസ്സാകുമ്പോ ഉമ്മ മകളെ വിളിച്ച് ഉപദേശിക്കുകയാണോ, മോളെ നീ SSLCക്ക് പഠിക്കുകയാണല്ലോ, തൽക്കാലം ഇനി മദ്രസ വേണ്ട, മതപരമായ വിദ്യാഭ്യാസം വേണ്ട. എന്തേ നീ മദ്രസയിൽ പോയാൽ സ്കൂളിലെങ്ങാനും ഫെയിലായി പോയാലോ? ഇങ്ങനെ ഉപദേശിക്കുന്ന രക്ഷിതാക്കളെ ആഖിറത്തിൽ വിരല് കടിക്കലല്ലാതെ ആ മക്കളെ കൊണ്ടൊരു പ്രയോജനവും ലഭിക്കൂല, ഒരു ഉപകാരവും ലഭിക്കൂല. മക്കളോട് ഉമ്മമാര് ഉപ്പമാര് നിർദ്ദേശിച്ചു കൊടുക്കുകയാണ്, മോളെ നീ SSLC ആണ് അല്ലെങ്കിൽ +2 ആണ്, ഇപ്പൊ നീ രാവിലെ മദ്രസയിൽ പോവുകയും കൂടെ ചെയ്താൽ നിന്റെ SSLC എങ്ങാനും ഫെയിലായി പോയാലോ? എന്തേ SSLC ഫെയിലായാൽ നരകത്ത് പോകും. +2വിനെങ്ങാനും ഫെയിലായി പോയാൽ നീ വയലെന്ന നരകത്തിലാണെന്ന് ഏതെങ്കിലും കിതാബിലുണ്ടോ? പക്ഷേ ഇന്ന് SSLC, +2, ഡിഗ്രി ഇതെല്ലാം വേണം. ഇതിനൊന്നും ഞാൻ എതിർക്കുകയോ ഇതിനൊന്നും വിമർശിക്കുകയോ അല്ല, ഇതെല്ലാം വേണം. പക്ഷേ മതപരമായ വിദ്യാഭ്യാസം അതും കൂടെ നമ്മൾ മക്കൾക്ക് കൊടുക്കണം, അതും കൂടെ മക്കൾക്ക് കൊടുക്കണം. ഞാൻ എന്റെ രക്ഷിതാക്കളോടൊന്ന് ചോദിച്ചു നോക്കട്ടെ,